എന്തിനും ഏതിനും ജാതിയും മതവും പറയുക എന്നത് ഇന്ന് കേരളീയർക്ക്, പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിലൊക്കെ എഴുതുന്നവർക്കും പ്രതികരിക്കുന്നവർക്കും ഒരു ശീലമാണ്. കഴിഞ്ഞ ദിവസം ഒരു ഗായകൻ താൻ കറുത്തതാണ്, അതുകൊണ്ടാണ് തൻ്റെ ജാതി അങ്ങനെ ആയതുകൊണ്ടാണ് എന്ന തരത്തിൽ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. എന്തൊക്കെയായാലും ജാതിയും മതവുമൊക്കെ ഇവിടെ നിലനിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ജാതീയമായ വിവേചനങ്ങൾ ഇവിടെ ഉണ്ട് എന്നത് ഒരു സത്യമാണ്. പക്ഷേ എന്തിനേയും ഏതിനേയും ഒരു ഇരവാദമുന്നയിച്ചുകൊണ്ട്, ജാതീയമായ ഇരവാദമുന്നയിച്ചുകൊണ്ട് പ്രതികരിക്കുക, പ്രവർത്തിക്കുക എന്നത് അത് ഒരു പ്രതിസന്ധി, സങ്കീർണമായൊരു പ്രതിസന്ധി നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കുന്നുണ്ട് എന്നതാണ്. ശ്രീജിത്ത് പണിക്കർ എന്ന വ്യക്തി എല്ലാവർക്കും അറിയാം. സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനാണ്. അദ്ദേഹം കൃത്യമായി തന്നെ കാര്യങ്ങൾ പഠിച്ച് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കഴിഞ്ഞ കുറച്ച് ദിവസമായി അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ ഏറൽ കയറ്റുകയും അദ്ദേഹത്തെ ഉയർന്ന ജാതിക്കാരനാണ് എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു പതിവായി മാറിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് സാമൂഹ്യ നിരീക്ഷകനും സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുന്ന വ്യക്തിയുമായ ജിതിൻ ജേക്കബ് ഒരു കുറിപ്പെഴുതി. ആ കുറിപ്പ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അതൊന്ന് വിലയിരുത്തണം എന്ന് തോന്നി. അതായത് ജാതീയമായ വിവേചനം ഞങ്ങൾ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞ് ഇരവാദം ഇറക്കുന്ന ആളുകൾ ശ്രീജിത്തിനെ തെറിവിളിക്കുമ്പോൾ ഉപയോഗിക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജാതി പറഞ്ഞുള്ള ആക്ഷേപമാണ് എന്നതാണ് ഏറ്റവും രസകരമായ കാര്യം. ശ്വസിക്കുന്ന വായിൽ വരെ ജാതി കൊണ്ട് നടക്കുന്ന ആളുകൾ അപകർഷതാബോധമൂത്ത് തങ്ങളുടെ എല്ലാ പരാജയങ്ങൾക്കും കാരണം തങ്ങളുടെ ജാതിയാണ് എന്ന് കരുതുന്നു. ജീവിതത്തിൽ വിജയം നേടിയവരെ കാണുമ്പോൾ അവരൊക്കെ ഉയർന്ന ജാതിക്കാർ ആയതുകൊണ്ട് വിജയിക്കുന്നു എന്ന് അവർ കരുതുന്നു. അതൊരു തെറ്റായ കരുതലാണ്. ഇവിടെ ഏത് ജാതിയിൽപ്പെട്ടവരായാലും നന്നായി പഠിക്കുകയും നന്നായി ജോലി സമ്പാദിക്കുകയും സമൂഹത്തിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരെ ആരും ജാതി പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടില്ല, ജാതി പറഞ്ഞ് അവരെ പാർശ്വവൽക്കരിച്ചിട്ടില്ല. അവർക്ക് പിന്തുണയാണ് കൊടുത്തിരിക്കുന്നത്, അവരെ കൈപിടിച്ച് ഉയർത്തുകയാണ് സമൂഹം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ അപകർഷതാബോധം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ആ ചിന്ത ജാതിക്കാട്ടി മനസ്സുകളിൽ വീണ്ടും വീണ്ടും കുത്തി നിറയ്ക്കുന്നത്, ഇത് ഒരു തരത്തിൽ ഇങ്ങനെ ജാതി പറഞ്ഞ് ഇവരുടെ മനസ്സിൽ ജാതീയമായ ചിന്തകൾ വരുത്തി തീർത്ത് അതിലൂടെ നേട്ടം കൊയ്യുന്ന, അത് സാമൂഹ്യമായാലും രാഷ്ട്രീയമായാലും മതപരമായാലുമുള്ള നേട്ടം കൊയ്യുന്ന ഒരു വിഭാഗമുണ്ട്. അവരെയാണെന്ന് തോന്നുന്നു ജിതിൻ കെ ജേക്കബ് ജാതിക്ക ടീം എന്ന് അഭിസംബോധന ചെയ്തത്. ഇങ്ങനെയൊരു മാനസികാവസ്ഥയിൽ നിന്ന് പുറത്തു കിടക്കാതെ ഒരു മാറ്റവും ഉണ്ടാകില്ല. അതിപ്പോൾ മതം മാറി ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും അങ്ങനെ തന്നെ. ഇന്ത്യയുടെ ബജറ്റ് വിഹിതം മുഴുവൻ എടുത്ത് വീതിച്ചു നൽകിയാലും ഇത്തരം ആറ്റിറ്റ്യൂഡ് മാറാതെ രക്ഷയില്ല എന്ന് പറയുന്നു. ഹർത്താൽ നടത്തി സാധാരണക്കാർക്ക് നേരെ അക്രമം അഴിച്ചുവിട്ടപ്പോൾ പ്രതികരിക്കാതെ എല്ലാവരും വായിൽ പഴവും തിരികെ ഇരിക്കും എന്നാണോ ജാതിക്ക ടീം കരുതിയത് എന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ശ്രീജിത്ത് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയാണ് വേണ്ടത്. അതിനുള്ള കഴിവില്ല. അയാൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ മറുപടി തെറിവിളിയും ഇരവാദവും കൂവലും മാത്രമാണ്. ഇങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും. ഏതാണ്ട് അതേ സ്ഥിതിയാണ് ശ്രീജിത്ത് പണിക്കർക്കെതിരെ ഈ ജാതിക്ക ടീംസ് സ്വീകരിച്ചിരിക്കുന്നത്. കൂട്ടം ചേർന്ന് ഒരാളെ തെറിവിളിക്കുന്നതാണ് വിജയം എന്നൊക്കെ കരുതുന്ന മാനസിക രോഗികളോട് എന്ത് പറയാൻ? ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് വേണ്ടത്. ആൾക്കൂട്ട ആക്രമണം കൊണ്ടൊക്കെ ഒരാളെ നിശബ്ദനാക്കാൻ കഴിയും എന്ന തോന്നലൊക്കെ വെറുതെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പറയുക തന്നെ ചെയ്യും. ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആൾ അങ്ങനെയാണ്. അദ്ദേഹത്തെ ജാതി പറഞ്ഞ് ഉയർന്ന ജാതിക്കാരനാണ്, ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരായിട്ട് ഞങ്ങളെ അധിക്ഷേപിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്കെതിരെ തിരിയുകയാണ് അദ്ദേഹം ചെയ്യുന്നത്, ഇതിനൊക്കെ അടിസ്ഥാനം ജാതിയാണ് എന്ന പൊട്ടത്തരം, എന്ന ശുദ്ധ മണ്ടത്തരം നിങ്ങൾ എത്ര പ്രാവശ്യം എഴുന്നള്ളിച്ചാലും അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഒക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഈ കുത്തിത്തിരിപ്പ് ജാതിക്ക ടീംസ് ഒന്ന് മനസ്സിലാക്കണം. ഇവിടെ ജാതി പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ കറുത്തതാണ്, അതുകൊണ്ടാണ് എന്നെ ചീത്ത വിളിക്കുന്നത്, എൻ്റെ നിറമാണോ പ്രശ്നം നിങ്ങൾക്ക് എന്നൊക്കെ ചോദിക്കുന്നത്, ഇതൊക്കെ എത്ര വിവരമില്ലായ്മയാണ്, എത്ര തരംതാണ ചോദ്യങ്ങളാണ്. എൻ്റെ നിറമാണോ നിങ്ങളുടെ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നത്. ഇങ്ങനെ ചോദിച്ച ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട്. അതാണ് ഏറ്റവും സങ്കടം. നിറം കറുത്തതാണ്, അല്ലെങ്കിൽ ജാതീയമായി പിന്നാക്കക്കാരനാണ് എന്ന് പറഞ്ഞ് ഇവിടെ അവരെ കൂട്ടം ചേർന്ന് മുന്നാക്ക ജാതിക്കാർ ആക്രമിക്കുന്നു എന്ന ഒരു നറേറ്റീവ്, തെറ്റായ നറേറ്റീവ് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ശ്രീജിത്ത് പണിക്കർ പറയുന്നത് എല്ലാം കാര്യമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അദ്ദേഹം ദേശീയതയിൽ വിശ്വസിക്കുന്ന ആളായിരിക്കാം, അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ടായിരിക്കാം, അദ്ദേഹത്തിൻ്റെ മതപരമായ ജാതീയമായ വിശ്വാസങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷേ അദ്ദേഹം ഒരു പൊതുബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ പ്രസക്തമാണ്. അതിനെ തമസ്കരിക്കുന്നതിനായി, അതിനെ ഇല്ലായ്മ ചെയ്യുന്നതിനായിട്ട് ഈ ജാതിക്കാർഡ് ഇറക്കുക. നേരത്തെ ബി.ജെ.പി. നേതാവ് ജി കൃഷ്ണകുമാറിൻ്റെ മകളുടെ സ്ഥാപനത്തിൽ മോഷണം നടന്നപ്പോൾ ആ സ്ത്രീകളും മോഷ്ടാക്കളായ സ്ത്രീകളുമൊക്കെ ഈ ജാതിക്കാർഡാണ് ആദ്യം ഇറക്കിയത്.
ജാതി കാർഡ് അങ്ങോട്ട് ഇറക്കിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടും, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരുടെ പിന്തുണ കിട്ടും എന്ന ഒരു തോന്നൽ ഇവിടെ ജനിപ്പിച്ചെടുക്കാൻ ഇവർക്കൊക്കെ കഴിഞ്ഞിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതുകൊണ്ടൊന്നും അന്തിമമായ ഒരു വിജയമുണ്ടാവുകയില്ല. ഇവരെയൊക്കെ ജാതി പറഞ്ഞ് ഇരവാദം മുഴക്കി ഒക്കെ തന്നെ കല്ലെറിയുന്നവർ, അല്ലെങ്കിൽ അവരെ തെറിവിളിക്കുന്നവർ, മറ്റുള്ളവർ മിണ്ടാതിരുന്നുകൊള്ളും, അയ്യോ ജാതിയുടെ കാര്യം പറഞ്ഞാൽ പ്രശ്നമാകും എന്ന് പറഞ്ഞ് ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകൾ മിണ്ടാതിരുന്നുകൊള്ളും എന്ന തെറ്റായ ധാരണ ഇവിടെയുള്ളവർക്കുണ്ട്. അത് തെറ്റായ ധാരണ തന്നെയാണ്. അത് കൃത്യമായി കാര്യങ്ങൾ പറയാനുള്ളത് പറയും, അതിനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട്. അത് അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും ഇവിടുത്തെ ഓരോ ജനങ്ങൾക്കുമുണ്ട്. അത് ജാതി തിരിച്ചല്ല, മതം തിരിച്ചല്ല നൽകിയിരിക്കുന്നത് എന്നത് ഒന്ന് മനസ്സിലാക്കണം.